തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ വൻതോതിൽ വിപണിയിലെത്തി. ഓണമെത്തിയിട്ടും പച്ചക്കറി വിലയിൽ വൻ വർധനവില്ല. ആശ്വാസത്തിൽ വിപണി. മുള്ളൂർക്കരയിൽ ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ആറ്റൂർ മനപ്പടിക്ക് സമീപം പുലർച്ചെയാണ് അപകടം. കൊടുങ്ങല്ലൂർ ആശ്രയം അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചു. ബില്ലോ മുൻകൂർ നോട്ടീസോ നൽകാതെയാണ് വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് അഗതി മന്ദിരം അധികൃതർ. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓണം അടുത്തതോടെ അന്തർ സംസ്ഥാന ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികം കൂട്ടിയത് യാത്രക്കാർക്ക് ഇരുട്ടടിയായി. ട്രെയിനുകളിലെ ടിക്കറ്റ് ലഭ്യതക്കുറവും തിരിച്ചടിയാകും. വാർത്തകൾ വിശദമായി. ഓണം എത്തിയിട്ടും പച്ചക്കറി വിലയിൽ വൻ വർധനവില്ലാത്തതിന്റെ ആശ്വാസത്തിൽ വിപണി. സാധാരണ ഓണക്കാലത്ത് പച്ചക്കറി വില വൻതോതിൽ ഉയരാറുണ്ട്. ഇത്തവണ വൻ വില വർധനവില്ല. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിക്ക് പുറമെ തദ്ദേശീയമായി കൃഷി ചെയ്ത പച്ചക്കറികളും വിപണിയിലുണ്ട്. ഇതേസമയം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയ്ക്ക് വിലയേറിയിട്ടുണ്ട്. തിരുവോണത്തിന് 4 നാൾ മാത്രം ബാക്കി നിൽക്കെ പച്ചക്കറി വിലയിൽ വൻ വില വർധനവുണ്ടാവില്ലെന്നാണ് പ്രതീക്ഷ. ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ലോക്കോ പൈലറ്റിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്ന് വൻ അപകടം ഒഴിവായി. മുള്ളൂർക്കര ആറ്റൂർ മനപ്പടിക്ക് സമീപമാണ് ഇന്ന് പുലർച്ചെ 5:45 അപകടം നടന്നത്. ലോക്കോ പൈലറ്റും ഗാർഡും ചേർന്ന് വേർപെട്ട ബോഗികൾ ശരിയാക്കി. 1 മണിക്കൂറിലേറെ തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടു. 1 മണിക്കൂറിന് ശേഷം ഗതാഗതം പുനരാരംഭിച്ചു. ഈ സമയം മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതിനാൽ റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂർ ആശ്രയം അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചു. പടിഞ്ഞാറേ നടയിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷന് ബിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലഭിക്കാറില്ലെന്ന് അഗതി മന്ദിരം നടത്തിപ്പുകാർ പറയുന്നു. പലതവണ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല. തിങ്കളാഴ്ച വൈകിട്ട് മുന്നറിയിപ്പില്ലാതെ എത്തിയ ഉദ്യോഗസ്ഥർ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു. ബില്ലോ മുൻകൂർ നോട്ടീസോ നൽകാതെയാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് അഗതി മന്ദിരം കെയർ ടേക്കർ ശൂന്യ പറഞ്ഞു. 15 സ്ത്രീകൾ ഉൾപ്പെടെ 25 അന്തേവാസികളുള്ള ആശ്രയം അഗതി മന്ദിരത്തിലെ ഏക ശുദ്ധജല സ്രോതസ്സാണ് വാട്ടർ അതോറിറ്റി അധികൃതർ തടഞ്ഞത്. കുടിവെള്ളം കോർപ്പറേഷൻ്റെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ പെട്ടെന്ന് അവർ വന്നിട്ട് 14,000 രൂപ അടയ്ക്കണം എന്നിട്ട് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് അത് വെള്ളം കട്ട് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത്. 10-30 പേരടങ്ങുന്ന 4 കാലുകളുണ്ട്, നടക്കാൻ പറ്റാത്തവർ, മനോരോഗമുള്ളവർ, പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഇവിടെയുള്ള എല്ലാ അച്ഛനമ്മമാരും. അത് പോലീസും സാമൂഹ്യ വകുപ്പിനും MLA ഒക്കെ കൊണ്ടാക്കുന്ന ആൾക്കാരാണ്. ശരിക്കും അർഹതപ്പെട്ട അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതെ വെള്ളം പെട്ടെന്ന്, അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചു, ഇത് അഗതി മന്ദിരമല്ല, ഇത്രയും പേരുണ്ടല്ലോ, അവരെ കുടിവെള്ളം എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അലക്കാനും കുളിക്കാനൊക്കെ വെള്ളമുണ്ട്, പക്ഷേ കുടിവെള്ളത്തിൻ്റെ ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ 11 മണി മുതൽ ഈ സമയം വരെ വെള്ളമില്ല. ഞങ്ങൾ പുറത്തുനിന്ന് കളക്ട് ചെയ്തിട്ടാണ് അവർക്ക് കുടിക്കാനൊക്കെ കൊടുക്കുന്നത്. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വയനാട് നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിഞ്ഞു വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ നിറയെ വെള്ളമുള്ള തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ക്രെയിൻ എത്തിച്ചാണ് നാട്ടുകാരുടെ സഹായത്തോടെ വാഹനം തോടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഉയർത്തിയത്. ഓണം അടുത്തതോടെ അന്തർ സംസ്ഥാന ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികം കൂട്ടിയത് യാത്രക്കാർക്ക് ഇരുട്ടടിയായി. അന്തർ സംസ്ഥാന ബസ്സുകളിൽ ചില മേഖലകളിൽ ടിക്കറ്റ് നിരക്ക് 4 ഇരട്ടി വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ട്രെയിൻ ടിക്കറ്റുകളുടെ ലഭ്യതക്കുറവും പ്രത്യേക ട്രെയിനുകളിലെ നിരക്ക് വർധനയുമാണ് ഇതിന് കാരണമാകുന്നത്. KSRTCക്ക് പുതിയ ബസ്സുകളില്ലാത്തതിനാൽ സർക്കാരിന് കാര്യമായി ഇടപെടാനും കഴിയുന്നില്ല. ഉത്സവ സീസണുകളിൽ സ്വകാര്യ ബസ്സുകളുടെ കൊള്ളനിരക്ക് നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപ്പാക്കിയില്ല. തിരക്ക് കൂടുതലുള്ള തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, തൃശൂർ, പാലക്കാട് റൂട്ടുകളിൽ ബുക്കിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് കൂടുതൽ ബസ്സുകൾ അനുവദിക്കാൻ കേരള RTCക്ക് കഴിയുന്നില്ല. സംസ്ഥാനാന്തര പെർമിറ്റുള്ള ബസ്സുകൾ കുറവാണെന്നതാണ് അധികൃതർ പറയുന്ന വിശദീകരണം. അതേസമയം കർണാടക RTC എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ AC സ്പെഷ്യലുകൾ അനുവദിച്ച് മികച്ച വരുമാനം നേടുന്നുണ്ട്. സ്പെഷ്യൽ ബസ്സുകൾക്ക് 30% അധിക നിരക്കാണ് കേരള, കർണാടക RTCകൾ ഈടാക്കുന്നതെങ്കിലും സ്വകാര്യ ബസ്സുകളെ അപേക്ഷിച്ച്
ഇത് കുറവാണ്. ഓണാവധി കഴിഞ്ഞ് തിരിച്ചുള്ള സർവീസിനും സമാന നിരക്കാണ്. TCV ന്യൂസ്, തൃശൂർ. 14 മാസത്തെ മിനിമം കൂലി കുടിശ്ശിക നൽകാത്തതിലും ഫെസ്റ്റിവൽ അലവൻസ് നൽകാത്തതിലും പ്രതിഷേധിച്ച് ഖാദി തൊഴിലാളികൾ തൃശൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കേരള ഖാദി വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം DCC സെക്രട്ടറി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഖാദി വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസഫ് പെരുമ്പള്ളി അധ്യക്ഷത വഹിച്ചു. KB ജയറാം, കല്ലൂർ ബാബു, MP വത്സല തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനം കുട്ടികളടക്കമുള്ള കളിക്കാർക്ക് ഭീഷണിയായി മാറുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവന്ന തള്ളിയ 100 കണക്കിന് കോൺക്രീറ്റ് കുറ്റികളാണ് മൈതാനത്തിൽ ഭീഷണിയായി മാറുന്നത്. മഴക്കാലമായതോടെ ഈ ഭാഗം പാഴ്ചെടികൾ നിറഞ്ഞ് പൂർണ്ണമായി ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ്. ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. മൈതാനത്തെ ലോങ് ജംപ് പിറ്റിലേക്ക് ഓടിവരാനുള്ള ഭാഗത്ത് പഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ബാക്കിയായ മണ്ണുകൾ നിക്ഷേപിച്ചത് കാരണം കുട്ടികൾ പരിശീലനം നിർത്തിയിരിക്കുകയാണ്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന കേരയിൽ കുറ്റികൾ നീക്കം ചെയ്യേണ്ടതും ജില്ലാ ഭരണകൂടമാണെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഇതിനായി ഒട്ടേറെ തവണ അപേക്ഷ നൽകി. മണ്ണ് കാരണം മഴവെള്ളം ഒലിച്ചു പോകാതെ മൈതാനത്ത് തന്നെ കെട്ടിനിൽക്കുകയാണ്. കടവല്ലൂർ പഞ്ചായത്തിലുള്ള ഒരേയൊരു പൊതുമൈതാനമാണ് ഇത്. പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇൻഡോർ സ്റ്റേഡിയമാക്കാൻ കായിക വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. നിക്ഷേപകരുടെ കൂട്ടായ്മയായ പേൾ അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സംസ്ഥാനതല കൺവെൻഷൻ തൃശൂരിൽ ചേർന്നു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന കൺവെൻഷൻ പ്രൊഫസർ KB വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഷിബു കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത്, അഡ്വക്കേറ്റ് R മുരളീധരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ N പത്മനാഭൻ, ലിജോ ചാക്കോ, R രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 750ഓളം പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. എന്തായിരിക്കും അനുഭവം ജനത്തിന്റെ എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നിങ്ങൾ നീറ്റിലുണ്ട്. എങ്ങനെയും ഇത് 18 ലക്ഷത്തിലധികം അളവ് തൂക്ക നിയമലംഘനങ്ങൾ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി നൽകാം. ഓണവിപണിയിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ലീഗൽ മെട്രോളജി സ്ക്വാഡുകൾ പ്രത്യേക പരിശോധന ആരംഭിച്ചു. വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ പാക്ക് ചെയ്ത തീയതി, അളവ്, തൂക്കം, പരമാവധി വിൽപ്പന വില എന്നിവ രേഖപ്പെടുത്തണം. തെളിഞ്ഞാൽ പിഴ ഈടാക്കുകയോ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുകയോ ചെയ്യുമെന്ന് ലീഗൽ മെട്രോളജി വിഭാഗം അറിയിച്ചു. രജിസ്ട്രേഷൻ വകുപ്പിലെ സേവനങ്ങൾ ജനകീയ വികാരങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാക്കി മാറ്റിയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, പുത്തൻചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PA ഗീത തുടങ്ങിയവർ സംസാരിച്ചു. 3558 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലായി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കെട്ടിടത്തിന് 110.80 ലക്ഷം രൂപ വകയിരുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വിവിധ സ്രോതസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശേഷണത്തിന് അന്തിക്കാട് വാമനമൂർത്തി ക്ഷേത്രം റോഡ് കുഴിയും ചെളിയും നിറഞ്ഞ് ശോചനീയാവസ്ഥയിലായി. കല്ലിട വഴിയിലേക്ക് പോകുന്ന ലിങ്ക് റോഡ് കൂടിയാണിത്. പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഏകദേശം 100 മീറ്ററോളം ദൂരത്തിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയോളം ചെലവഴിച്ച് റോഡ് ഉയർത്തി ടൈലിട്ട് സഞ്ചാരയോഗ്യമാക്കിയിരുന്നു. എങ്കിലും തുടർന്നുള്ള 220 മീറ്റർ ദൂരത്തിലുള്ള റോഡ് ചെളിയും വെള്ളവും നിറഞ്ഞ് കിടക്കുകയാണ്. നിരവധി കാൽനട യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന റോഡാണിത്. ക്ഷേത്രത്തിലേക്കും സമീപത്തെ ലക്ഷം വീടുകളിലേക്കും അന്തിക്കാട് പഞ്ചായത്ത് ഗ്രൗണ്ടിലേക്കും പോകാൻ ഈ റോഡാണ് മാർഗം. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു റോഡാണ് ഇത്. നാട്ടുകാർ ഒരുപാട് ആളുകൾ 5-ാം വാർഡിലെ 6-ാം വാർഡിലെ ആളുകൾ കർഷകരും കൃഷിക്കാരൊക്കെ ഒരുപാട് സഞ്ചരിക്കുന്ന റോഡാണ് ഇത്. വളരെ ശോച്യാവസ്ഥയിലാണ്, ആൾക്കാർക്ക് പോകാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് കുറച്ച് ടൈലിട്ടിട്ടുണ്ട്. ബാക്കി
ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മൂന്നാറിനോട് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. MLA അദ്ദേഹം ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു നടപടിയാക്കണം. ആൾക്കാർക്ക് ക്ഷേത്രത്തിലോട്ടൊക്കെ ഒന്ന് വരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമായിട്ട് ഇതിനെടുത്തിട്ട് ഈ റോഡിൻ്റെ ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ രണ്ട് കോളനിയിലേക്ക് പോണ ഒരു പ്രധാന റോഡാണ്. അപ്പോൾ അടിയന്തരമായിട്ട് നമ്മുടെ ജനപ്രതിനിധികളിൽ ഇടപെട്ട് റോഡ് ഗതാഗതം ഒന്ന് ഭംഗിയാക്കി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ചെമ്പൂക്കാവിൽ വിധവാ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു ഉദ്ഘാടനം ചെയ്തു. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സജി പോൾ മാടശ്ശേരി അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോലഴി പൂവണിയിൽ മരം കടപുഴകി റോഡിലേക്ക് വീണു. ഇതേ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ കടന്നുപോകുമ്പോഴായിരുന്നു മരം വീണത്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. ഇനി ഓണം വിശേഷങ്ങളിലേക്ക്. ഓണനാളുകളുടെ മാധുര്യത്തിന് സുവർണ ചാരുത പകരാൻ തോട്ടങ്ങളിൽ നിന്ന് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾ വിപണിയിലെത്തി തുടങ്ങി. ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലാണ് ചെങ്ങാലിക്കോടൻ കൃഷി ഏറെയുള്ളത്. വടക്കാഞ്ചേരി ബ്ലോക്കിലെ എരുമപ്പെട്ടി, വേലൂർ, മുണ്ടത്തിക്കോട് എന്നീ പ്രദേശങ്ങളിലാണ് ഇവ അധികമായി കൃഷി ചെയ്തുവരുന്നത്. ഭൗമസൂചിക പദവി ലഭിച്ച വാഴയിനമാണ് ചെങ്ങാലിക്കോടൻ. മച്ചാട് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ ചെങ്ങഴി ഭാഗത്തെ തീരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ പിറന്നതെന്നും അതിനാലാണ് ഈ പേര് വന്നതെന്നും പറയപ്പെടുന്നു. രാജഭരണകാലത്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന മുറജപത്തിന് പ്രത്യേക കാഴ്ചദ്രവ്യമായി ചെങ്ങഴിക്കോട് നാട്ടുരാജ്യത്തിൽ നിന്ന് കൊണ്ടുപോയിരുന്നത് ഈ കുലകളാണെന്നും പറയുന്നു. കുലച്ച് 20-25 ദിവസത്തിനുള്ളിൽ ഉണങ്ങിയ വാഴയിലകളും ചാക്കും ഉപയോഗിച്ച് കുല പൊതിഞ്ഞുവെക്കുന്നു. പക്ഷികൾ നശിപ്പിക്കാതിരിക്കാനും കുലയ്ക്ക് നല്ല നിറമുണ്ടാകാനും നല്ല എടുപ്പുള്ള കുലകൾ ലഭിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 മാസത്തോടെ വിളവെടുക്കാമെന്നതാണ് ചെങ്ങാലിക്കോടന്റെ പ്രത്യേകത. മറ്റു നേന്ത്രയിനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 12 മുതൽ 25 കിലോഗ്രാം വരെ തൂക്കമുള്ള കുലകളുണ്ടാകും. പടലകൾ പിരിഞ്ഞ് ആനക്കൊമ്പ് പോലുള്ള കായകൾ പഴുക്കുമ്പോൾ സ്വർണ്ണവർണ്ണമാകും. ഉപ്പേരി ഉണ്ടാക്കാനും പഴം നുറുക്കിനും ശർക്കര വരട്ടിക്കുമായി ചെങ്ങാലിക്കോടന് ആവശ്യക്കാർ ഏറെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്നതും ചെങ്ങാലിക്കോടൻ കുലകളാണ്. വരവൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വൻതോതിൽ ഇവ കൃഷി ചെയ്യുന്നുണ്ട്. ചെങ്ങാലിക്കോടൻ പഴത്തിന് കിലോയ്ക്ക് 70 രൂപ മുതൽ മുകളിലോട്ടാണ് വില. കാലാവസ്ഥാ വ്യതിയാനം വിളവെടുപ്പിനെ ബാധിച്ചെന്ന് കർഷകരായ വരവൂർ നടുവട്ടം സ്വദേശി മണികണ്ഠൻ പറയുന്നു. ചെങ്ങാലിക്കോടൻ വാഴ നമുക്ക് നല്ല ആദായമുള്ള രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്രാവശ്യം കാറ്റും ഇതൊക്കെ ബാധിച്ചെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അത് കാരണം ഇപ്രാവശ്യം വാഴ കൃഷി ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് ആദായം കിട്ടിയിട്ടുണ്ട്. നേരത്തെ കായകൾ മൂത്തതോടെ പലയിടത്തും കുലകൾ വെട്ടിത്തുടങ്ങിയതിനാൽ ഓണനാളുകളിൽ വില 100-ലെത്തുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. TCV ന്യൂസ് വടക്കാഞ്ചേരി. നടത്തറ സെന്ററിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റി മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിത്ത് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിജോ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ഡിജിൻ മിഥുൻ, ശരത് മുളയം, ജിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഡാട്ട് ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തയും ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനവും സേവ്യർ ചുറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. മുതുവറയിൽ നടന്ന ചടങ്ങിൽ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PD പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. അഡാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ എന്നിവർ സംസാരിച്ചു.
ICL വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം തൃശൂരിൽ പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് ഹംസ അധ്യക്ഷത വഹിച്ചു. BJP ന്യൂനപക്ഷ സെൽ സെക്രട്ടറി ടോണി പോൾ, അഡ്വക്കേറ്റ് സോന കെ കരീം തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട രൂപതയുടെ 47ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. സീറോ മലബാർ സഭ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് സ്വീകരണം നൽകി. രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ, ഹോസാപൂർ രൂപതാ ബിഷപ്പ് മാർ ജോബി പുഴോലി പറമ്പിൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഓണം വിപണിയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അതിയാരത്ത്, ഭരണസമിതി അംഗങ്ങളായ KA അസീസ്, ബിജു വാഴപ്പുള്ളി, KC ശശി, ഫ്രെജിൻ തോലത്ത്, TK പ്രഹ്ലാദൻ, TA വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ പോർക്കുളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വയോധികർക്കും കിടപ്പു രോഗികൾക്കും നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്കും ഓണക്കോടികൾ സമ്മാനിച്ചു. അക്കിക്കാവിൽ നടന്ന ഓണക്കോടി വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സേവാഭാരതി അംഗം ഷൈജു കണ്ടിരുത്തി നിർവഹിച്ചു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. സെക്രട്ടറി മണിക്കുട്ടൻ, ട്രഷറർ MA സുധേഷ്, സാമാജിക കൺവീനർ ഷിബിൻ K സ്വാവലംബൻ, കൺവീനർ KS പ്രദീപ് എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി യൂണിയന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. എരുമപ്പെട്ടി സ്കൂൾ പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർ CITU യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് ലില്ലി വിൻസൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ഷീര മുരളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P പ്രീതി, വടക്കാഞ്ചേരി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി സുജാത ശ്രീനിവാസൻ, ആശാവർക്കർ റോസി പോൾ എന്നിവർ സംസാരിച്ചു. നെന്മണിക്കര പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് തലൂരിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. KK രാമചന്ദ്രൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ഏകദേശം 60 സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, സജിൻ മേലെടുത്ത്, തലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, കൃഷി ഓഫീസർ രേഷ്മ, AEO K വിജയ തുടങ്ങിയവർ പങ്കെടുത്തു. കാറളം VHSEയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റും അഗ്രികൾച്ചർ വിഭാഗത്തിലെ വിദ്യാർത്ഥികളും സംയുക്തമായി നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടന്നു. കാറളം കൃഷി ഓഫീസർ അനഘ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ P സജിത്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അക്ഷയ് എന്നിവർ പങ്കെടുത്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ തദ്ദേശ അദാലത്തിൽ തീരുമാനം. അയ്യങ്കാളി സ്മാരക പട്ടികജാതി വനിതാ വിപണന കേന്ദ്രത്തിലെ വാടകക്കാരെ പുറത്താക്കിയ വിഷയത്തിലാണ് തദ്ദേശ അദാലത്തിൽ വാടകക്കാർക്ക് അനുകൂല തീരുമാനം വന്നത്. നിഷ സുരേഷ്, VS ബിന്ദു എന്നിവർ അദാലത്തിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അദാലത്ത് കടമുറികളുടെ കരാർ പുതുക്കി നൽകാൻ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. മൂന്നാമത്തെ മുറി വാടകയ്ക്കെടുത്ത ആൾ ഹാജരാക്കാത്തതിനാൽ പുതുക്കി നൽകാൻ അദാലത്ത് തയ്യാറായില്ല. കഴിഞ്ഞ ജൂൺ 26 ചേർന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് വാടകക്കാരെ ഒഴിപ്പിക്കാൻ തീരുമാനമെടുത്തത്. ഭരണസമിതിയിൽ UDF അംഗങ്ങളും CPI അംഗവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസും നിരവധി ദളിത് സംഘടനകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരരംഗത്തെത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീതി നിഷേധത്തിനെതിരെ മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ പറഞ്ഞു. അയ്യങ്കാളി സ്മാരക വനിതാ വിപണന കേന്ദ്രത്തിലെ 3 കടമുറികളെ ഒഴിപ്പിച്ചെടുക്കാൻ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായ നീതി നിഷേധം, മനുഷ്യത്വരഹിതമായ നടപടി, നിയമവിരുദ്ധമായ നടപടി എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിലെ 4 അംഗങ്ങളും വിയോജനക്കുറിപ്പ് നൽകുകയും തുടർന്ന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ തദ്ദേശ അദാലത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിന് കൃത്യമായ തിരിച്ചടി നൽകിക്കൊണ്ട് ആ കടമുറികൾ അവർക്ക് തന്നെ തിരികെ ഏൽപ്പിക്കാൻ തീരുമാനമുണ്ടായത്.
കടങ്ങോട് പഞ്ചായത്തിലെ അംഗനവാടികളിലെ സ്ഥിരം നിയമനത്തിന് യോഗ്യതയുള്ളവരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐ കടങ്ങോട് ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇന്റർവ്യൂ ബോർഡിലെ നോമിനേറ്റഡ് അംഗങ്ങളെ തീരുമാനിച്ചത് ഭരണസമിതിയിലെ ഒരേ പാർട്ടിയിലെ 7 അംഗങ്ങൾ മാത്രമാണെന്നും ആകെയുള്ള 11 അംഗങ്ങളിൽ 7 പേർ മാർക്കിട്ടാൽ 70% വരെ മാർക്ക് ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുമെന്നും ഇതേ അംഗങ്ങൾ വിചാരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടുകയുള്ളൂ എന്നും സിപിഐ ആരോപിച്ചു. സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി.പി. ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പി.വി. ജോൺസൺ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗം സത്താർ നീണ്ടൂർ, സി.പി. അലിക്കുട്ടി, എച്ച്. ഹസൻകുട്ടി, പി.കെ. ബാബു എന്നിവർ സംസാരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. കാർഷിക ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നടന്ന യോഗം ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി.ആർ. നിഷ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൃഷി ഓഫീസർ എം.പി. അനൂപ്, ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ ജനപ്രതിനിധികളെ സംബന്ധിച്ച് ആരംഭിക്കുന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ. കൂൺ ഗ്രാമം പദ്ധതി നടപ്പാക്കുമ്പോൾ തൃശൂരിൽ നിന്ന് തോയക്കാവിലേക്കുള്ള സ്വകാര്യ ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് സിപിഎം കുണ്ടഴിയൂർ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സിപിഎം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം വി.എൻ. സുർജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പാർട്ടി അംഗം പി.സി. രാഘവൻ പതാക ഉയർത്തി. താര അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. പി.എ. രമേശൻ, കെ.എ. ബാലകൃഷ്ണൻ, കെ.വി. മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി തീർത്ഥകേന്ദ്രം വടക്കുഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും ഓണക്കോടി വിതരണവും നടത്തി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഓണക്കോടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് ബൈജു ലോവിസ് അധ്യക്ഷത വഹിച്ചു. ഷൈജു ജോസ്, ജോൺ ടി വെള്ളറ, വി ജെ വർഗീസ്, സാംസൺ ചിരിയങ്കണ്ടത്ത്, സി വി ഷാജു, എൻ ജെ ലിയോ, ജെറോം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പൂവത്തൂരിൽ ആരോഗ്യ സബ് സെന്റർ ആരംഭിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന് സിപിഎം പൂവത്തൂർ നോർത്ത് ബ്രാഞ്ച് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബ്രാഞ്ച് സമ്മേളനം മണലൂർ ഏരിയ സെക്രട്ടറി സി.കെ. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചിറാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി.ജി. സുബിദാസ് അധ്യക്ഷത വഹിച്ചു. സി.എഫ്. രാജൻ, കെ.ബി. ബിജു, പി.കെ. രമേശ്, പി.എം. അബു എന്നിവർ സംസാരിച്ചു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. സിനിമാ സീരിയൽ താരങ്ങളായ ടിറ്റോ പുത്തൂർ, ബിമിത ടിറ്റോ എന്നിവർ ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ അധ്യക്ഷയായിരുന്നു. സിനിമാ സംവിധായകൻ ഓസ്കാർ സൈജോ കണ്ണനായിക്കൽ, ജോൺ ടി വെള്ളറ, ദേവസൂര്യ പ്രസിഡന്റ് കെ.സി. അഭിലാഷ്, സെക്രട്ടറി ഗ്രീഷ്മ സുനിൽ, റാഫി നീലങ്കാവിൽ, വനിതാവേദി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 16-ാം വാർഡ് കുടുംബശ്രീ നീർമാതളം ജെ.എൽ.ജി ഗ്രൂപ്പ് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ബസന്തലാൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ എം. കെ. ജോസ്, ഇ. എസ്. സുരേഷ്, എൻ. പി. അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം തല സപ്ലൈകോ ഓണച്ചന്ത കാളമുറിയിൽ ആരംഭിച്ചു. കാളമുറി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഇ.ടി. ടൈസൺ എം.എൽ.എ. നിർവഹിച്ചു. വാർഡംഗം പ്രജീന റഫീഖ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ആദ്യ വിൽപ്പന നിർവഹിച്ചു. അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ സി.ആർ. വിനീത, സി.എൻ. ദിലീപ് എന്നിവർ സംസാരിച്ചു. എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഫ്രോഡ് സാമ്പത്തിക തട്ടിപ്പിനെതിരെ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. കൊറിയർ വന്നിട്ടുള്ളതായും അതിൽ മയക്കുമരുന്നുണ്ടാകുമെന്നും പോലീസ് ഓഫീസർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന വ്യക്തി പറയുക. പോലീസ് യൂണിഫോം ധരിച്ച വീഡിയോ കോളിലൂടെയാകും ഇക്കാര്യം പറയുക. തുടർന്ന് സമ്പാദ്യ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടും. വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും ബാങ്ക് അക്കൌണ്ടിലെ പണം അവർ ആവശ്യപ്പെടുന്ന അക്കൌണ്ടിലേക്ക് മാറ്റാനും ആവശ്യപ്പെടും. ഓൺലൈൻ തട്ടിപ്പിനിരയായാൽ ഉടൻ പോലീസിൽ വിവരമറിയിക്കണം. 1 മണിക്കൂറിനകം പരാതിപ്പെട്ടാൽ നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്.
മുള്ളൻപന്നി വട്ടം ചാടിയതിനെ തുടർന്ന് ബൈക്കിൽ നിന്ന് വീണ യുവതിക്ക് പരിക്ക്. മാവിൻചുവട് കോട്ടപ്പടി റൂട്ടിൽ ഇന്നലെ വൈകിട്ടാണ് അപകടം. പഴയിടം സുധന്റെ ഭാര്യ വീണ മുരുകനാണ് പരിക്കേറ്റത്. കടവല്ലൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ ഗ്രൂപ്പുകൾ 2 ഏക്കർ സ്ഥലത്ത് നടത്തിയ ചെണ്ടുമല്ലി പൂകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ജില്ലയിലെ മികച്ച ജൈവ കർഷകൻ ബാലാജി ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, പാർവതി രാജൻ, CRP ഷജ്മ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് പാതാക്കര കാരുണ്യ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ 80 വയസ്സ് കഴിഞ്ഞ കാരുണ്യ സഹായ സമിതി കുടുംബാംഗങ്ങളെ ഓണപ്പുടവ നൽകി ആദരിച്ചു. വീടുകളിലെത്തിയായിരുന്നു ഓണക്കോടി നൽകി ആദരിച്ചത്. കാരുണ്യ സഹായ സമിതി സെക്രട്ടറി രാധാകൃഷ്ണൻ കിഴക്കൂട്ട്, പ്രസിഡന്റ് ജയൻ പാതാക്കര, ട്രഷറർ മുഹമ്മദ് കുട്ടി മൊടങ്ങേത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശിവദാസൻ വലിയാലിക്കൽ തുടങ്ങിയവർ ചേർന്നാണ് ഓണക്കോടികൾ സമ്മാനിച്ചത്. ചാലിശ്ശേരി കോതമംഗലം പാടശേഖരത്തിലും ഒറ്റപ്പിലാവ് പാടശേഖരത്തിലും മുണ്ടകൻ കൃഷിക്കുള്ള നടിയിൽ തുടങ്ങി. വിരിപ്പ് കൃഷിയില്ലാത്ത ഭാഗങ്ങളിലാണ് ഇപ്പോൾ നടിയിൽ പുരോഗമിക്കുന്നത്. 140-150 ദിവസത്തെ മൂപ്പുള്ള പൊന്മണി വിത്താണ് ഇവിടെ കൃഷി ഇറക്കിയത്. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ നടിയിൽ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ സുദർശൻ, പാടശേഖര സെക്രട്ടറി സേതു മാധവൻ, CPI ബ്രാഞ്ച് സെക്രട്ടറിമാരായ S കണ്ണൻ, സെയ്ദ് മുഹമ്മദ്, കിസാൻ സഭ പ്രസിഡന്റ് കുട്ടൻ ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി കാവുക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ ALP സ്കൂളിൽ വായനാമുറി തുറന്നു. കവി റഫീഖ് അഹമ്മദും എഴുത്തുകാരൻ MG സുരേഷും ചേർന്ന് വായനാമുറി ഉദ്ഘാടനം ചെയ്തു. മാനേജർ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, PTA വൈസ് പ്രസിഡന്റ് KB ഷംന, മാതൃസമിതി പ്രസിഡന്റ് സജീന, SMC ചെയർമാൻ ഫൈസൽ, പ്രധാനാധ്യാപകൻ ബാബു നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ പ്രശസ്ത മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നയ്ക്കൽ ട്രഡീഷണൽ മീഡിയം എന്ന പുസ്തകം ലൈബ്രറിയിലേക്ക് കൈമാറി. വാദ്യസംഗീത കലാകാരൻ KNP നമ്പീശന്റെ ജീവചരിത്ര സംബന്ധിയായ നാട്യവാദ്യ സർവഭൗമം എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ നടന്ന ചടങ്ങ് അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി പ്രശസ്ത സാഹിത്യകാരൻ VGK മേനോന് നൽകി പ്രകാശനം ചെയ്തു. നെല്ലുവായി രഞ്ജിനി രസിക സഭ ട്രസ്റ്റ് സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രൊഫസർ ജോർജ് S പോൾ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ S നാരായണൻ, മാധവിക്കുട്ടി, പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ, R രാധാകൃഷ്ണൻ, ബിജു എന്നിവർ പങ്കെടുത്തു. തൃശൂർ ചേറ്റുപുഴയിൽ ലക്കി ബാമ്പു പൂവിട്ടു. മാന്യങ്കരയിലെ എഴുത്തച്ഛൻ പറമ്പിൽ മനോഹരന്റെ വീട്ടിലാണ് ലക്കി ബാമ്പു പൂവിട്ടിരിക്കുന്നത്. ഭാര്യ ലത വർഷങ്ങൾക്ക് മുൻപ് പൂച്ചെടികൾക്കൊപ്പം വെച്ചുപിടിപ്പിച്ചതാണിത്. വൈകിട്ട് 6 മണിയോടെ പൂക്കൾ വിരിയാൻ തുടങ്ങും. ചുറ്റിലും ആരെയും ആകർഷിക്കുന്ന ഗന്ധം നിറയും. രാവിലെയോടെ പൂക്കൾ വാടിത്തുടങ്ങും. അപൂർവമായി മാത്രമാണ് ഇവ പൂവിടുന്നത്. വാണിജ്യം. മിഖായൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കേച്ചേരി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം സ്വാസിക വിജയ് ഉദ്ഘാടനം ചെയ്തു. ആശീർവാദ കർമ്മം വയലത്തൂർ ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഫാദർ ബിജു ഇടയലക്കുടിയിൽ എന്നിവർ നിർവഹിച്ചു. മിഖായൽ ഗ്രൂപ്പ് ഫൗണ്ടർമാരായ ജോസ് മിഖായൽ, റോസി ജോസ് എന്നിവർ ദീപം കൊളുത്തി. ഡയമണ്ട് സെക്ഷൻ ഉദ്ഘാടനം ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ നിർവഹിച്ചു. മിഖായൽ ഗ്രൂപ്പ് ചെയർമാൻ ബാബു ജോസ് അധ്യക്ഷത വഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK, വാർഡംഗം VC സജിത്, വ്യാപാരി വ്യവസായി കേച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് PK ജെയിംസ്, ഗ്രൂപ്പ് ഡയറക്ടർമാരായ ലിസി ബാബു, എഡ്വിൻ, ഗോഡ്വിൻ റോയ് പാലത്തിങ്കൽ, TA ബാബു, ലിയോ ടോണി, ബാലൻ, ഷെറോൺ ആലപ്പാട്, ടെൽമ ബേബി, PD ജോസ് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സന്നിഹിതരാകുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 2 വ്യക്തികൾക്കുള്ള ഡയമണ്ട് റിങ്ങുകൾ പാവറട്ടി സ്വദേശി ഷീജ പോൾ, കേച്ചേരി സ്വദേശി അഭിത് എന്നിവർ സ്വന്തമാക്കി. ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 2 പേർക്ക് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി നൽകി. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിപുലമായ ശേഖരവുമായി സാധാരണക്കാരുടെ ഹോൾസെയിൽ ജ്വല്ലറിയായ മിഖായൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് പാവറട്ടിയിലും ഷോറൂമുണ്ട്.
ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6660, പവന് 53,280. വെള്ളി ഗ്രാമിന് 89, പ്ലാറ്റിനം ഗ്രാമിന് 3170 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ വൻതോതിൽ വിപണിയിലെത്തി. ഓണം എത്തിയിട്ടും പച്ചക്കറി വിലയിൽ വൻ വർധനവില്ല. ആശ്വാസത്തിൽ വിപണി. മുള്ളൂർക്കരയിൽ ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ആറ്റൂർ മനപ്പടിക്ക് സമീപം പുലർച്ചെയാണ് അപകടം. കൊടുങ്ങല്ലൂർ ആശ്രയം അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചു. ബില്ലോ മുൻകൂർ നോട്ടീസോ നൽകാതെയാണ് വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് അഗതി മന്ദിരം അധികൃതർ. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഓണം അടുത്തതോടെ അന്തർ സംസ്ഥാന ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികം കൂട്ടിയത് യാത്രക്കാർക്ക് ഇരുട്ടടിയായി. ട്രെയിനുകളിലെ ടിക്കറ്റ് ലഭ്യതക്കുറവും തിരിച്ചടിയാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.